ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരീബ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം KSRTCയിൽ കയറിയ ഒരു പെൺകുട്ടി അവിടെ എമർജൻസി എക്സിറ്റ് വഴി ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഹാമർ കൊണ്ട് ചില്ലടിച്ച് പൊട്ടിച്ച് ഇറങ്ങാൻ നോക്കിയ സംഭവമൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? വൈറൽ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ 3 വശവും ഒന്ന് വിലയിരുത്താനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതായത് പെൺകുട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസ് നമ്മളെല്ലാവരും കണ്ടു. അഹങ്കാരിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് പല വീഡിയോസും കണ്ടു അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിൻ്റെ 3 വശങ്ങളുണ്ട്. 3 ആളുകളുടെ സൈഡിൽ നിന്നും വന്ന ഒരു തെറ്റാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ആയതെന്നാണ്, ഈ ഒരു വീഡിയോ ഇത്രയും വഷളായത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ 3 പേര് ആരൊക്കെയാണ് ആ 3 തെറ്റുകൾ ചെയ്ത ആളുകൾ എന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം ഇതുപോലെ ഇതിനോട് സമാനമായ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഒരു ഫ്രണ്ടിന് ഉണ്ടായിട്ടുണ്ട്. അവൾ പറഞ്ഞ ആ ഒരു എക്സ്പീരിയൻസ് കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അന്ന് ഞങ്ങൾ +2 പഠിക്കുന്ന സമയമാണ്. ലൈൻ ബസ്സിൽ ക്യാഷ് കൊടുത്തിട്ട് അങ്ങനെ കയറി പോകുന്ന സമയം. ഈ ഒരു സമയത്ത് ബസ്സിൽ കയറിയപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ടിന് ഭയങ്കരമായിട്ട് വയറുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീട്ടിലോട്ട് പോവുകയാണല്ലോ, ഇനിയിപ്പോൾ പീരിയഡ്സ് ആവുകയാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിൽ ആളുകൾ നിൽക്കണം. അങ്ങനെ വയറുവേദനയും ക്ഷീണവും ഒക്കെ കാരണം ആളെന്ത് ചെയ്തു, ഫുള്ള് കൊടുത്തിട്ട് സീറ്റിലിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ സീറ്റിലിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾ ആ ഒരു കാര്യം റിയലൈസ് ചെയ്യാണ്, പീരിയഡ്സ് ആയിട്ടുണ്ട്. കാരണം ഇത് ഗേൾസിന് മനസ്സിലാവും, നമ്മൾ ചെക്ക് ചെയ്യാതെ നമുക്ക് പലപ്പോഴും മനസ്സിലാവും, ആ ഒരു ഫ്ലോ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ആൾക്ക് മനസ്സിലായി, നല്ല ഹെവി ആയിട്ട് ഫ്ലോ പോകുന്നുണ്ട്, എനിക്ക് പീരിയഡ്സ് ആയി. നാൾ ബസ്സിൽ നിന്ന് റിയലൈസ് ചെയ്യാണ്. ആ ഒരു സമയത്ത് അവൾ എന്നോട് പറയാം, അവൾക്ക് ഭൂമി വളർന്ന് ഉള്ളിലോട്ട് പോയാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് എന്താ പറയുക, ഇത്രയും ആൾക്കാർ മുന്നിൽ എങ്ങനെ എണീക്കുമ്പോൾ ടോപ്പിൽ ബ്ലഡ് കണ്ട ആളുകൾ കണ്ട എന്ത് വിചാരിക്കും. അത് അവൾക്ക് ആ ഒരു +2 പഠിക്കുന്ന കുട്ടി എന്നുള്ള രീതിക്ക് അത് ഭയങ്കരമായിട്ട് മനസ്സിലോട്ട് കൊണ്ട് കൈയൊക്കെ ഷിവർ ചെയ്ത് ആകെ ക്ഷീണിച്ച് വിയർത്ത് പോയല്ലോ ആൾ. അപ്പോൾ അങ്ങനെയും സിറ്റുവേഷനുകൾ ഗേൾസിന് വരാം അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആ പെൺകുട്ടി അതിനെ മാപ്പ് പറയുന്ന ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ടോയ്ലറ്റ് എമർജൻസി വന്നു, എന്തോ ആയിക്കോട്ടെ, മൂത്രയിക്കാനായിക്കോട്ടെ, ഇനിയിപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ പറയുന്ന പോലെ അതിന് രണ്ടിനായിക്കോട്ടെ, ഇനിയിപ്പോൾ ഇതുപോലുള്ള അവസ്ഥയും ആവാം അല്ലേ? പെൺകുട്ടിയാണ്, അതുകൊണ്ട് ഇതുപോലുള്ള അവസ്ഥയും ആവാം, എന്തോ ആയിക്കോട്ടെ. അത് ആ പെൺകുട്ടി പറഞ്ഞത് വിശ്വസിക്കുകയേ നമുക്ക് നിവർത്തിയുള്ളൂ. ഒരു പക്ഷേ ചിലപ്പോൾ ഇങ്ങനെയാവാം കേട്ടോ. എന്തായാലും കയ്യിൽ നിന്ന് പോയി, എന്നാൽ പിന്നെ മാപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാരണം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതും ആവാം, സ്വാഭാവികമാണ്. നമ്മുടെ അടുത്തൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ നമ്മളതിനെ ന്യായീകരിക്കാൻ പല കാരണങ്ങളും കണ്ടെത്തും. ചിലപ്പോൾ അതും ആവാം, എല്ലാന്നൊന്നും പറയുന്നില്ല, അങ്ങനെ നമുക്കറിയില്ല, അല്ലാഹു അലം. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ലൈഫിലുണ്ടായിട്ടോ. അപ്പോൾ അവൾക്ക് എന്താ പറയുക, ആ വീട്ടിൽ വരെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ടോപ്പിലാവും, അത് ആളുകൾ കാണും എന്നൊക്കെ തോന്നി. ഒരു പക്ഷേ ഞാനൊക്കെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ സ്പോട്ടിൽ എനിക്ക് മനസ്സിലായ സ്പോട്ടിൽ തന്നെ എണീറ്റ് നിൽക്കും. പറ്റുമെങ്കിൽ അവിടെ ഇറങ്ങി തൊട്ടടുത്ത് നീ ടോയ്ലറ്റ് ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. പെൺകുട്ടികളായതുകൊണ്ട് അങ്ങനെ പല സിറ്റുവേഷനും അവരുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ നമ്മളെ വിഷയം അതൊന്നുമില്ല. ഇപ്പോൾ ഇതിൽ 3 പേര് തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ അല്ലേ? അപ്പം 3ഉം തെറ്റെന്നല്ല, അതിലൊരാൾ ചെയ്തത് സത്യം പറഞ്ഞാൽ തെറ്റ് തന്നെയാണ് കേട്ടോ. ഒരാൾ ചെയ്തത് വലിയ തെറ്റാണ്. ഈ പെൺകുട്ടി ചെയ്തത് തെറ്റാണ് അല്ല എന്ന് പറയുന്നില്ല. അതിനുള്ള ഒരു പണിഷ്മെൻറ്റ് ആ കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞു. ഒന്ന്, ഇത്രയും സൈബർ അറ്റാക്ക് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ആ കുട്ടി അതിന് ഫൈൻ അടിച്ചു, അത്തരം കാര്യങ്ങളൊക്കെ ഓക്കെ. ആ ഒരു പോർഷൻ ആ കുട്ടിക്ക് ചെയ്ത തെറ്റിന് അപ്പോഴത്തെ ഒരു മാനസിക നിലയിൽ ആ ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്നും പറ്റിയ തെറ്റിന് ആ പെൺകുട്ടി ശിക്ഷ അനുഭവിച്ചു, അതിലേറെ അനുഭവിച്ചു അല്ലേ? സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അത് അനുഭവിച്ചു. അപ്പോൾ ഇനി നമ്മൾക്ക് ആ ഒരു സൈഡിനെ കുറിച്ച് സംസാരിക്കണ്ട. കാരണം എല്ലാവരുടെ വീഡിയോസിലും ഏതോ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു ചങ്ങായിണ്ടല്ലോ, ഈ രാത്രിയിൽ ഞാൻ വന്നിട്ട് എന്താ പറയുക, ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ പറയുക, ഇത്രയും അഹങ്കാരം പിടിച്ച ഒരു പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്ന് വീഡിയോ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പല രീതിക്ക് ആ ഒരു അഹങ്കാരി എന്നുള്ള ആ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞു. അത് പോട്ടെ, അത് നമ്മൾ വിട്ട് കളയാം. നെക്സ്റ്റ് പാർട്ട്, ഈ ബസ് ജീവനക്കാർ, അത് ഈ കണ്ടക്ടർ അതുപോലെ ഡ്രൈവർക്കൊക്കെ സൈഡൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഒരു പെൺകുട്ടി പറയുകയാണ്, എമർജൻസിയാണ്, എനിക്കിവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അവർക്ക് നിർത്താൻ എത്ര സെക്കൻഡ് വേണ്ടി വരും? വളരെ കുറച്ച് ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് മാക്സിമം അല്ലേ? പക്ഷേ
അത് ആ ഒരു പെൺകുട്ടിയുടെ ആറ്റിറ്റ്യൂഡ്, അതിൻ്റെ ഡ്രസ്സിങ്, അങ്ങനെ എന്തൊക്കെയോ കാരണം കൊണ്ടായിരിക്കാം അവർക്കതൊരു എന്താ പറയുക നിർത്തി കൊടുക്കണ്ട എന്നൊരു തോട്ടിലോട്ട് പോയിട്ടുണ്ടായിരിക്കുക. എല്ലാവരും ഇങ്ങനെ നിർത്താൻ പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്, ബസ്സിന് ലിമിറ്റഡ് സ്റ്റോപ്പുകളാണ്. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞിടത്ത് നിർത്താനൊന്നും പറ്റില്ല. പക്ഷേ ഒരാൾ ഇത്രയും അഗ്രസീവായിട്ട് പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സംഭവം. ചിലപ്പോൾ ഈ പെൺകുട്ടിയുടെ ടോൺ കൊണ്ടും ആയിരിക്കാം കേട്ടോ നിർത്തി കൊടുക്കാത്ത. ഇത്ര അഹങ്കാരമാണെങ്കിൽ ഞാൻ പോയി തീരട്ടെ എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് നിർത്തി കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പ്രശ്നം ഇത്രയും വഷളാവില്ലായിരുന്നു. അപ്പോൾ ഇത്രയൊരു രീതിയിലോട്ട് പോകണ്ടില്ലായിരുന്നു. ഞാൻ എത്രയോ എന്താ പറയുക ബസ് ജീവനക്കാരെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിൽ പലരും എന്നെ പേഴ്സണലി ഹെൽപ്പ് ചെയ്ത ഒരുപാട് ബസ് ജീവനക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളെ മുന്നിൽ മാതൃകയാണ്. അപ്പോൾ എന്താ പറയുക, ഒരാളിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവും. പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക, എപ്പോഴല്ലോ പറ്റുമ്പോൾ ഒന്ന് ചെയ്ത് കൊടുക്കുക എന്നുള്ള ആ ഒരു സംഭവമെങ്കിലും എടുക്കായിരുന്നു. അതൊക്കെ ഇനിയിപ്പോൾ അവർ നിയമാനുസരിച്ച് മാത്രം ബസ് നിർത്തുന്നവരാണ്, ഓക്കെ ഫൈൻ. ഈ പറഞ്ഞ ഹോസ്പിറ്റലിൻ്റെ മുന്നിലൊക്കെ അറിയുമ്പോൾ നിർത്താനൊക്കെ പറയുമ്പോൾ അതൊക്കെ നിർത്താവുന്നതേ ഉള്ളൂ. കാരണം ആ പെൺകുട്ടി പറഞ്ഞ 2 സ്റ്റോപ്പും ഒരു ടോയ്ലറ്റ് എമർജൻസിക്കൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെയാണ്. കുട്ടിക്കൊന്ന് ഫ്രഷപ്പ് ചെയ്യാനൊക്കെ ആയിരിക്കും. കാരണം ഒന്ന് ലുലുമാളാണ് പറഞ്ഞത്, ഒന്ന് മിംസാണ് പറഞ്ഞത്. ഇവ രണ്ടും അത്തരത്തിലുള്ളൊരു സ്റ്റോപ്പാണ്. അതുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞതിനോട് സാധ്യതയുണ്ട്, ആ പെൺകുട്ടി പറഞ്ഞത് ശരിയാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി ബസ് ജീവനക്കാരുടെ സൈഡ് പറഞ്ഞു അല്ലേ, അവരെ സൈഡിൽ നിന്ന് വന്ന ഒരു ചെറിയ മിസ്റ്റേക്ക്, തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല, ഓക്കെ അതൊരു കാര്യം. മൂന്നാമതൊരു വലിയൊരു തെറ്റ് ചെയ്ത ഒരാളുണ്ട്. കാരണം ഇത് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് സെറ്റിൽ ചെയ്ത കേസാണ് അല്ലേ. അതായത് പോലീസ് എന്ത് ചെയ്തു, ആ കുട്ടി ഫൈൻ അടിച്ചു, വീഡിയോസൊക്കെ അവരുടെ സൈഡിലും ഇവരുടെ സൈഡിലൊക്കെ ക്ലിയർ ചെയ്ത സംഭവം. രണ്ടാമത് പിന്നെ ആരോ ഒരാൾ, ഈ പബ്ലിക്കിൽ നിന്നെടുത്ത ഒരാൾ, അതായത് കണ്ടക്ടറുടെ പിന്നിൽ നിന്നെടുത്ത ഒരാൾ ഇത് പോസ്റ്റ് ചെയ്തതാണല്ലേ. അങ്ങനെയാണ് ഇത് പബ്ലിക്കിലോട്ടെത്തിയത്. അയാൾക്കെതിരെ നിയമ നടപടി എടുക്കണ്ടേ? അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ, നിങ്ങൾ ആലോചിക്കുക, ഒരു പോസ്റ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ അതിൻ്റെ ഇതൊക്കെ പറയുമ്പോൾ സെൻസിറ്റീവ് വിഷയമാണ്, ഇത് കത്തിക്കേറും എന്ന് നമുക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവൂലേ. അത്തരത്തിലുള്ളൊരു വിഷയം നമ്മൾ പബ്ലിക്കിൻ്റെ മുന്നിലോട്ട്, ആ ഒരു പെൺകുട്ടിയെ പബ്ലിക്കിൻ്റെ മുന്നിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ആ ഒരു KSRTC ഇതിലെ കണ്ടക്ടറെയോ ഡ്രൈവറെയോ കണ്ട് അതെങ്ങനെയാണ് സെറ്റിൽ ചെയ്തത്, എന്തൊക്കെ ആണ് അവിടെ നടന്നത് എന്നുള്ളത് ചോദിച്ചതിന് ശേഷം പോസ്റ്റ് ചെയ്യണമായിരുന്നു. ഇതിപ്പോൾ അവരടുത്ത് ചോദിച്ച് ഇത് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ആ പെൺകുട്ടി ഇത്രയും സൈബർ ബുള്ളിങ് ഏൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ആ പെൺകുട്ടി ചെയ്ത തെറ്റിനുള്ള പണിഷ്മെൻറ്റ് ആ കുട്ടിക്ക് കിട്ടി. പിന്നെ ഇങ്ങനെ വലിച്ചു കീറി സമൂഹത്തിൻ്റെ മുന്നിൽ വലിച്ചു കയറി നമ്മളിങ്ങനെ, ഞാനൊരു കാര്യം പറയട്ടെ, ഒരാളെ ചെടിച്ച് ചെയ്യാൻ നമ്മൾ ആരും അല്ല അല്ലേ. ഞാൻ ആ പെൺകുട്ടിയെ ന്യായീകരിക്കൊന്നുമല്ല കേട്ടോ, ആ പെൺകുട്ടി ചെയ്തത് തെറ്റൊക്കെ തന്നെയാണ്. പക്ഷേങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയി, പിന്നെ അതിൽ ഇങ്ങനെ വലിച്ചു കീറി ഇങ്ങനെ ഉണ്ടാവില്ലേ. ഇപ്പോൾ കരക്കമ്പി, ഇപ്പം എന്തെങ്കിലും ഒരു കുട്ടികൾ നമ്മളൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്തു, ആ കുട്ടിക്ക് അതിനുള്ള പണിഷ്മെൻറ്റ് കിട്ടി, അതിൻ്റെ പാരൻസ് അതിനെ ശിക്ഷിച്ചു. പിന്നെയും ആ കുട്ടിയുടെ ഇറച്ചി തിന്ന് അതിനെങ്ങനെ എത്ര കാലം കഴിഞ്ഞാലും എത്ര ആ കുട്ടി വളർന്നാലും ആ കുട്ടി അന്ന് ചെയ്ത ആ തെറ്റ് പറഞ്ഞ് ആ കുട്ടിയെ ക്രൂശിക്കുന്ന ഒരു സമൂഹം, ആ ഒരു സമൂഹം ചെയ്യുന്നത് കൊണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും ഗുണമോ അല്ലെങ്കിൽ ആ സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്നുണ്ടോ? ആർക്കും ഒരു ഗുണം കിട്ടുന്നില്ല. പിന്നെ ഇങ്ങനെ വെറുതെ ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന അല്ലാതെ ഇതിനൊരു കാരണമില്ല. അപ്പോൾ നമ്മൾ എന്തൊരു പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ അത് എന്താ പറയുക, നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരാൻ പോകുന്നുണ്ടോ, ലീഗൽ ഇഷ്യൂസ് വരാൻ പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം പോസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഈ പെൺകുട്ടി നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അയാൾക്ക് ശിക്ഷ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പെൺകുട്ടി ഇനി എന്താ പറയുക, ഈ ഒരു പോസ്റ്റ് ഇട്ട ആൾക്കെതിരെ നിയമ നടപടി എടുക്കുന്നത്, ഇനി ഒരാൾ ഇതുപോലെ വീഡിയോസൊക്കെ ഇടുന്നത്, അത് ഇനി അയാൾക്കെതിരെ ഇനി അടുത്ത വീഡിയോ ഇട്ട് അയാളെ സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്യണം എന്നല്ല കേട്ടോ. ഇത്തരത്തിൽ വീഡിയോ ഇടുന്നവർക്ക് ഒരു പണിഷ്മെൻറ്റ് കിട്ടും എന്നുള്ളത് ഒരു സമൂഹത്തിനൊരു ബോധ്യം വരുത്താൻ നന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം, ടോയ്ലറ്റ് എമർജൻസി ബസ്സിൽ നിന്ന് സംഭവിച്ചാൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ബസ്സിൽ വെച്ചിട്ടൊരു ടോയ്ലറ്റ് എമർജൻസി വരികയാണെങ്കിൽ അത് നിർത്തി കൊടുക്കണ്ടേ എന്നുള്ളതിന് നിയമപരമായിട്ടുള്ള ആ ഒരു കാര്യമുണ്ടല്ലോ, ആ ഒരു അവകാശം നേടിയെടുക്കാൻ ആ പെൺകുട്ടി കോടതി പോവുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ
ഇനിയുള്ള പെൺകുട്ടികൾക്ക് ഒരു ഹെൽപ്പാവും. പെൺകുട്ടികൾക്ക് നല്ല എല്ലാവർക്കും ഈ ടോയ്ലറ്റ് എമർജൻസി പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. ഹോൾഡ് ചെയ്ത് വെക്കാൻ തോറും പല ഡിസീസസും വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു പെൺകുട്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള നിയമോപദേശം കിട്ടാനും എന്തായാലും ഇത് സെൻസിറ്റീവായി അല്ലേ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ബാക്കിൽ ഇത്തരത്തിലുള്ള എന്താണ് പെൺകുട്ടികൾ ചെയ്യേണ്ടത്, കണ്ടക്ടറെ കണ്ടിട്ട് ഇത് പറഞ്ഞാൽ ആ കുട്ടിക്ക് നിർത്തി കൊടുക്കാൻ നിയമപരമായിട്ട് ആ കുട്ടിക്ക് അത് നിർത്തിപ്പിക്കാനുള്ള അവകാശമുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചിട്ട് കയറുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. ഇതാണ് ഞാൻ പറഞ്ഞ ആ 3 ടീം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.